ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആ രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഉരുളക്കിഴങ്ങ്. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം വെക്കുക, ഒരു അരമണിക്കൂർ വെച്ചോളൂ. വെച്ചാൽ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പശപ്പെല്ലാം പോണ്ടിയിട്ട് നിങ്ങൾ വെക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് ഡിപ്പ് ചെയ്യണം, ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട്. അതിലേക്കുള്ള കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദ, അതേപോലെ കോൺഫ്ലവർ, കുറച്ച് മുളക്, കുരുമുളക്, പിന്നെ ഉപ്പിട്ടിട്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള രീതിയിൽ നമ്മളത് മിക്സാക്കി വെക്കും. കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതിൽ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിൽ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ആ സമയത്തേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലിട്ടിട്ട് നമ്മൾ പെരക്കി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ബ്രെഡിൻ്റെ പൊടി മിക്സ് ആക്കുക. നമ്മൾ ഇങ്ങനെ പ്ലേറ്റിലെടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ എന്ത് ചെയ്യണം, മിക്സാക്കിയിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം വെക്കണം. ഇതൊന്നും മിക്സ് ആവുന്ന വരെ വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം കുറച്ച് നേരം പറ്റി പിടിക്കുന്ന വരെ നിങ്ങൾ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ബ്രെഡ് ക്രംസ് ആക്കിയതിന് ശേഷം ഇങ്ങനെയെല്ലാം നമുക്ക് മിക്സാക്കിയിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചതിന് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടാം. ചൂടായിട്ടുണ്ട് എണ്ണ. ഇനി ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇനി ഇത് നമ്മൾ ടൊമാറ്റോ സോസിൽ വെച്ചിട്ട് കഴിക്കുക വേണം. ഇത്രയേ ഉള്ളൂ മസാല ഫ്രഞ്ച് ഫ്രൈസ് ആവാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ഗൈസ്.